ഹായ് ഫ്രണ്ട്സ്, ചെമ്മനപ്പൂർ സച്ചിനും ഡേവിഡിൻ്റെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി നിങ്ങളോട് ഒരു കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതിന് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കോളേജിൽ സച്ചിൻ രേവതിയിൽ നിന്ന് മറ്റേ പ്യൂണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രിൻസിപ്പാൾ വന്നപ്പോഴത്തെ പ്രിൻസിപ്പാൾ മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ കാലം പിടിക്കുന്നുണ്ട്. സാർ നിൽക്കുക സാർ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് സാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയാൾ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. ഉടനെ പെട്ടെന്ന് തന്നെ പ്യൂണ് അവരെ പിടിച്ച് നിർത്തിയിട്ട് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ എനിക്കും കൂടി വഴക്ക് കേൾപ്പിച്ച് തരുമോ എന്നുള്ളത് ചോദിക്കുക. അപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, കാരണം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ എന്നുള്ള രീതി ചോദിച്ച് അപ്പോഴത്തേക്ക് പ്രിൻസിപ്പാൾ പോയി കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് പറയുക, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പുള്ളി വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെയാണ്. ഇതിനു മുമ്പേ പല ആൾക്കാരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ചെയ്തിട്ട് ആളങ്ങനെ പെട്ടെന്നൊന്നും ഒരു ആളെ പുറത്താക്കാനോ അല്ലെങ്കിൽ പരീക്ഷ എഴുതിപ്പിക്കാതെ ഇരിക്കത്തൊന്നുമില്ല. പക്ഷേ ആൾ ഇതിന് തക്കതായിട്ടുള്ള കാരണം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. പിന്നെ നിങ്ങളല്ല, ആളുടെ സ്വന്തം അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പോലും പുള്ളി കേൾക്കത്തില്ല. അത്ര രീതിയിലും പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കണം എന്ന് പറയാം. ഉടനെ സച്ചി ചോദിക്കുന്നത്, ഞങ്ങൾ ഡൊണേഷൻ വല്ലതും മേടിക്കാൻ വന്നതാണോ? കാരണം ഒരു കുട്ടിയുടെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നല്ലേ. അപ്പോൾ എന്തുകൊണ്ടത് നിങ്ങൾ കേൾക്കുന്നില്ല, എന്തുകൊണ്ടാണ് പുള്ളി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളായിട്ട് പുള്ളി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക്, അന്ന് കുറച്ച് നാളായിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതായത് പുള്ളിക്കൊരു മകളുണ്ടായിരുന്നു. പുള്ളിയുടെ മോളെ ഒരു വലിയ വീട്ടിൽ ഒരു 3 മാസത്തിന് മുമ്പ് കല്യാണം കഴിച്ചു വിട്ടു. ആ കല്യാണം കഴിച്ചു വിട്ട് അന്ന് ആ വീട്ടിൽ കയറി പോയ ശേഷം അവിടുത്തെ ചെറുക്കൻ മയക്കുമരുന്നിനും വെള്ളവെടിയും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡൈവോഴ്സായിട്ട് വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു സ്റ്റേജ് വന്നു. അങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് അന്ന് മുതൽ പുള്ളിക്ക് എല്ലാവരോടും വെറുപ്പാണ്. തൻ്റെ മോളുടെ ഭാവി പോയല്ലോ. പുള്ളിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട് തൻ്റെ മോളിൽ. അപ്പോൾ പക്ഷേ അവിടെ ചെന്നിട്ട് ആ ജീവിതം ഇല്ലാണ്ടായി പോയപ്പോഴത്തേക്ക് മോളും വീട്ടിൽ വന്ന് നിൽക്കുന്നത് എല്ലാം കൊണ്ട് പുള്ളിക്ക് ആകെ ഡെസ്പായ ഒരു അവസ്ഥ. അങ്ങനെ അന്ന് മുതൽ പുള്ളിക്ക് എല്ലാവരോടും വെറുപ്പാണ്. എല്ലാവരോടും വെറുപ്പുന്ന എല്ലാവരോടും. പിന്നെ നിങ്ങൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നതിനെ. ഇപ്പം ഇത്ര രീതിയിൽ ഒരു ഹേർട്ടായ ഒരു മനസ്സ് പുള്ളിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതി നിങ്ങൾ അയാളെ കാണണം. നിങ്ങൾ എന്നെ പറഞ്ഞതിനും കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിയുടെ വീട് എവിടെയെന്ന് സച്ച് ചോദിക്കുക. പുള്ളി ഒന്ന് പ്യൂണ പറയാം, ഈ അടുത്തുള്ളൊരു എം ആർ നഗറിൽ കാണുന്ന ആദ്യത്തെ വീടാണ് എന്ന് പറയുക. അപ്പോൾ ശരി, ഒന്ന് അവിടെ പോയി നിൽക്കുക. നിങ്ങൾ അവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും പുള്ളി മനസ്സ് മാറി നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ അനിയനെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുമെന്ന് അറിയത്തൊന്നുമില്ലെന്ന് പറഞ്ഞ് ഉടനെ പുള്ളി സച്ചി പറയുക, അത് നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ ശരി, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പോകും. അത് പ്യൂൺ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് രേവതി ചോദിക്കും, എങ്ങനെ എക്സാം എഴുതിപ്പിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ ചേട്ടാ എഴുതിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മാർഗ്ഗമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സച്ചിക്ക് നമുക്ക് ശരത്തിന് നമ്മൾ വാക്ക് കൊടുത്തല്ലേ, ശരത്തിന് വാക്ക് കൊടുത്ത് ശരത്തിനെ കൊണ്ട് എങ്ങനെയല്ല എക്സാം എഴുതിപ്പിക്കണം. ഒരു ചെറുക്കൻ്റെ ഭാവിയാണ്. നമ്മൾ ശരത്തിന് വാക്ക് കൊടുത്തിട്ട് നമ്മളെ പ്രതീക്ഷിച്ച് ശരത്ത് അവിടെ ഇരിക്കണം. അതുകൊണ്ട് നമ്മൾ വാക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ എഴുതിപ്പിക്കാമെന്ന് പറയും. ഇപ്പോൾ എങ്ങനെ എഴുതിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഇപ്പം ഒരു ശോകക്കഥ, പുള്ളിയുടെ ഒരു ശോകക്കഥ കേട്ടില്ലേ, കേട്ടു. ആ ശോകക്കഥ നമ്മൾ പിടിച്ചൊരു കളി കളിക്കാൻ പോകുന്നു പറയും. എങ്ങനെയാണ് സച്ചിയുടെ ഉദ്ദേശിക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറൊന്നുമല്ല, അത് ഞാൻ വൈകിട്ട് പറയാം എന്ന് പറയുകയാണ്. ശരി, വൈകിട്ട് പറയാം. ചേട്ടൻ ടെൻഷൻ എടുപ്പിക്കുന്നുണ്ട്, എന്നാലും കാര്യം പറയണം, കാര്യമൊക്കെ ഞാൻ പുറകെ പറയാം, നീ അത് സമാധാനിക്കുന്നുള്ള രീതിയിൽ സച്ചി രേവതിയോട് പറഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സുധീയുടെ ഷോറൂമിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് സാർ എന്ന് വിളിക്കുക, ഹലോ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പണ്ടത്തെ ആൾ ഒരു വട്ടൻ, അതായത് ലോട്ടറി അടിക്കും, അതുകൊണ്ട് എനിക്ക് സാധനം വേണം എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ അപ്പം ഇയാൾ സുധി തിരിച്ച് നോക്കി. ഇയാൾ നോക്കുമ്പോഴത്തേക്ക് ഇയാളെ ഓർത്തെടുക്കുക. അതായത് പണ്ട് പറഞ്ഞത് എനിക്ക് 8-ാം തീയതി ലോട്ടറി അടിക്കും, അപ്പോൾ 7-ാം തീയതി നിങ്ങൾ സാധനം ഡെലിവറി ചെയ്തിട്ട് 8-ാം തീയതി 7-ാം തീയതി ലോട്ടറി അടിക്കും, 8-ാം തീയതി നിങ്ങൾക്ക് ക്യാഷ് കൊണ്ട് തരാം, അന്ന് സാധനങ്ങൾ തരണം എന്നുള്ള രീതിയിൽ പറയുന്ന അങ്ങനെ ഒരു കൊട്ടേഷനൊക്കെ എടുക്കുന്നത്. അതായത് ടി വിയുടെ വില, ഫ്രിഡ്ജിൻ്റെ വില ചോദിക്കുമ്പോഴത്തേക്ക് 1,20,000 രൂപയൊക്കെ പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് റിവൈൻഡ് ചെയ്യും. ഈ പ്രാന്തന അന്ന് ലോട്ടറി അടിക്കും എന്നുള്ള അഡ്വാൻസിൻ്റെ രീതി വന്ന് നമ്മുടെ സാധനം മേടിക്കാൻ വന്നാണ്. ഇവിടെ നിർത്തി താൻ എന്തിനാണ് വന്നതെന്ന് പോയി ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു കാര്യം അവൻ പറയുവാണ്. വെച്ച് പ്രായമുള്ള ആളാണ്. അവൾ പറയാം, നിന്നോടൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, അന്ന് നിന്നോട് ഞാൻ കൊട്ടേഷൻ എടുത്തിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ, നീ വേറെ കടയിൽ പോയി ചോദിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ അതിൻ്റെ ലോട്ടറി അടിച്ച 5 കോടി രൂപ ലോട്ടറി അടിച്ചെന്നു. ഉടനെ സുധിക്ക് ഒരു അതിശയം പോലെ, ആണോ സാർ, അയ്യോ
ആഹാ അത് കൊള്ളാമല്ലോ സാർ, എന്നിട്ട് സാധനം എടുത്തോ സാർ? ഞാൻ എടുത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, സാർ ഒന്ന് നോക്കണ്ട സാർ, ഞാൻ അന്ന് അറിയാണ്ട് അറിഞ്ഞു പോയതാ, അന്ന് ഏതോ വേറൊരു ചിന്തയിൽ വേറെ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു സാർ, ഇവിടെ തന്നെ സാധനം എടുക്കണം, നമ്മൾ നല്ല റേറ്റിൽ കുറച്ച് തരാം എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് അതില്ല, നിൻ്റെ അടുത്ത് ഞാൻ സാധനം എടുക്കത്തില്ല എന്ന് പറയാൻ വേണ്ടി വന്നതാ. ഇനി നിൻ്റെ അടുത്ത് ഞാൻ ഇതേ കൊട്ടേഷൻ വേറൊരു കടയിൽ നിന്ന് മേടിച്ചു, അതുകൊണ്ട് അവിടെ പോയി ഈ സാധനം എടുക്കാൻ പോവാ, നിൻ്റെ കടയിൽ നിന്ന് ഞാൻ എടുക്കത്തേ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുവാണ്, ആണോ ശരി, അങ്ങനെയാണെങ്കിൽ സാർ ഒന്ന് നോക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല അത് എടുക്കത്തില്ല. പിന്നെ ഒരു കാര്യം പറയാം, പിന്നെ എന്തിനാ താനും കൂടെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതേ ഞാനെടുത്ത ലോട്ടറിയുടെ നറുക്കെടുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്, അതായത് അടുത്ത മാസം ആണ് നറുക്കെടുപ്പ്. അഥവാ ലോട്ടറി അടിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൻ്റെ അടുത്ത് വന്ന് പറയും എന്ന് പറയാൻ വേണ്ടി വന്നതെന്ന് പറയും. ഉടനെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് പറയും, ഇവനെയൊക്കെ ആരുടെ ഇങ്ങോട്ട് കയറ്റി വിടുന്നത്, ഈ പ്രാന്തനൊക്കെ ആരാ കയറ്റി വിടുന്നത് എന്നുള്ള ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഇറങ്ങടാ എൻ്റെ ഷോറൂമിൽ നിന്ന് ഇറങ്ങടാ, നീ ഒരു ഭ്രാന്തനാണ്, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവൻ പ്രാവുക, മറ്റേ പുള്ളി പ്രാവുക, എടാ നിൻ്റെ കട നശിക്കൂടാ, നിൻ്റെ കടയിൽ ഒരാൾ പോലും കച്ചവടത്തിന് കയറത്തില്ല, നീ നശിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമുണ്ട്. അങ്ങനെ പിന്നെ 2 സ്റ്റാഫൊക്കെ വന്ന് പുള്ളിയെ പിടിച്ചിറക്കിക്കൊണ്ട് പോവാണ്. അപ്പം തന്നെ ശ്രുതിയുടെ ഒരു സുഹൃത്ത് കയറി വന്നിട്ട്, എന്താ ശ്രുതി, എന്താ വിഷയം ഇവിടെ, കണ്ട പ്രാന്തന്മാരൊക്കെ ഇവിടെ കയറി വരുന്നുണ്ടല്ലോ. അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളി ഒരു അതായത് ലോട്ടറി അടിച്ചു കഴിഞ്ഞ് സാധനം എടുക്കാം, അല്ലെങ്കിൽ ലോട്ടറി അടിക്കും അതിന് മുമ്പ് കൊട്ടേഷൻ തരണം, നിങ്ങൾ സാധനം ഡെലിവറി തരണമെന്നുള്ള പറയുന്ന ആ ഒരു സിറ്റുവേഷനില്ലേ, ആ സിറ്റുവേഷനിലുള്ള അങ്ങനെയുള്ള ആളെയൊക്കെയാണ് നമ്മൾ ലോട്ടറി കച്ചവടത്തിന് കൊണ്ടുപോകുന്നത്. അല്ല ലോട്ടറി കച്ചവടം സോറി കടയിൽ സാധനം മേടിക്കാൻ വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുള്ളിയെ പുറത്താക്കി. അപ്പം ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇന്ന പോലെ നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം എന്താണെന്ന് എനിക്കറിയത്തില്ല, കുറേ നാളായിട്ട് ഇവിടെ കച്ചവടം കുറവാണ്, ആരും വരുന്നുമില്ല, ഞാൻ ഈച്ചയടിച്ചിരിക്കുന്ന ഒരവസ്ഥയെന്ന് പറയുമ്പോൾ ഉടനെ അപ്പോൾ കൂട്ടുകാരൻ പറയാം, നിനക്ക് പറ്റിയൊരു പണി പറയട്ടെ എന്ന് ചോദിക്കുക. എന്താ പണി? നീ ഈ ക്ഷേത്രത്തിന് മുമ്പേ ഈ കൈ ഏന്തി നിൽക്കത്തില്ലേ, കാരണം വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട്, ചേട്ടാ വല്ലതും തരണേ, ചേച്ചി വല്ലതും തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നീ എന്നെ ഭിക്ഷ എടുക്കുന്ന രീതിയിലാണ് നീ എന്നെ പറയുന്നത്, നീ എന്നെ അങ്ങനെ കൊച്ചായിട്ട് കാണരുതടാ, നീ തന്നെ ഇതെല്ലാം പറയണം, എൻ്റെ സുഹൃത്തായിട്ട് നീ തന്നെ എല്ലാം പറയണം എന്ന് പറഞ്ഞ് ഇപ്പം എങ്ങനെയും ഒന്ന് ഈ കച്ചവടം ഒന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ, അതായത് ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കട പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾ പറയും, എടാ നിനക്ക് ഈ മുംബൈയിലൊരു കമ്പനി അറിയാം, ലീഡോ എന്ന് പറഞ്ഞ കമ്പനി അറിയാമെന്ന് ചോദിച്ചു. അറിയാം, അത് വലിയൊരു കമ്പനിയല്ലേ അത്. ആ കമ്പനി നടത്തുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ആ കൂട്ടുകാരൻ അവിടുത്തെ ഷെയറൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ഒരു പാർട്ട്ണർഷിപ്പായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിനക്കത് ഒരു ഡീലർഷിപ്പ് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുക. അതിന് പിന്നെ എടുക്കാം, അയ്യോ അതിൽ കിട്ടുവാണെങ്കിൽ ഡീലർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടത് കൂട്ടിയത്. അപ്പം ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് സംസാരിക്കുക പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യും, ഞാൻ നല്ല രീതിയിൽ നോക്കി നടത്തിക്കോളാം, പ്ലീസ് എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ശ്രുതിയുടെ ഷോറൂമിൽ കാണിക്കുന്നത്. അടുത്ത നോക്കുന്നത് നമ്മുടെ ചന്ദ്രോദയമാണ്. ചന്ദ്രോദയത്തെ സച്ചി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് കയറി വന്നിട്ട് രേവതി ഒന്ന് ഒരു കാര്യം സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ രേവതി അകത്ത് വന്നിട്ട് എന്നാ സച്ചിയേട്ടാ നമുക്ക് അങ്ങോട്ടിരിക്കാമെന്ന് പറയും. സച്ചിയേട്ടാ എനിക്ക് അകത്ത് പണിയുണ്ട്, സച്ചിയേട്ടാ എന്താ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ സച്ചി കൈ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ ഒരു സോഫയിൽ ഇരുത്തുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അരയിന്ന് ഒരു കുപ്പി എടുക്കുക. ഉടനെ സച്ചിയേട്ടാ ഇതെന്താ കാണിക്കുന്നത്, ഇതെന്താ നിങ്ങൾ നേരത്തെ പുറത്തായിരുന്നു കൂടി, ഇപ്പം അകത്തും കൂടിയാക്കി, എന്തേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ഈ വീട് ഒരു മാറാക്കുന്ന ഉദ്ദേശമാണ്, നിങ്ങളെ സമ്മതിക്കത്തില്ല, ഞാൻ ഇത് നടക്കത്തില്ല, കാരണം ഇത് സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയണേ, അതായത് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവന് ഒരു ഇച്ചിരി മദ്യം കഴിക്കുന്ന പറഞ്ഞാൽ എന്നെ കുഴപ്പമുള്ളത്, അപ്പം ഇത്തിരി മദ്യം കുടിക്കുന്നതിന് ഇപ്പം എന്നാ കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഞാനും രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്ന ആളാണ്, എന്നിട്ട് ഞാനും ഇത്തിരി മദ്യം കുടിച്ച് ഞാൻ നിങ്ങൾക്ക് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. ഉടനെ പെട്ടെന്ന് സച്ചി ചിരിച്ചിട്ട് പറയും, എടി രേവതി ഇത് മദ്യമല്ല, ശരിക്കും ഇത് കോളയോ കോള എന്നെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനിത്, ഞാനേ ഒരു പ്ലാൻ പറയാം, അതുപോലെ ചെയ്യണം. നാളെ നമ്മൾ കുടിച്ചിട്ട് നമ്മൾ പ്രിൻസിപ്പാളിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടി, നിന്നെ ഞാൻ അടിക്കും, എന്നെ അടിച്ചായിട്ടുണ്ടല്ലോ ശരിയാക്കുന്നുണ്ട്, ഇടി അടിക്കുന്ന പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്ക് നീ തിരിച്ച് പ്രതികരിക്കണം, അങ്ങോട്ട് പ്രതികരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രിൻസിപ്പാൾ കണ്ടുവരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട്
നമ്മുടെ ഈ സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്ക് ഇതേ സമയത്ത് നീ ശരത്തിനെ വിളിച്ച് വരുത്തണം. ശരത്തിനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരത്തിൻ്റെ ഓട്ടം വരും. അത് ശരത്തിനോട് കാര്യം പറയുന്നത്, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം പറഞ്ഞാൽ അതിന് ഒറിജിനാലിറ്റി പോടി എന്ന് പറയും. അപ്പം ശരത്തിനോട് പറയരുത്, ശരത്തിനോട് പറയാതെ നീ ചെയ്യണമെന്ന് പറയാം. ശരി. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യാനാ? അപ്പം അങ്ങനെ നമ്മൾ വഴക്കുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഞാനിങ്ങനെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ശരത്ത് പഠിക്കാനും ഇതിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ, അല്ല അറ്റൻഡൻസ് കുറഞ്ഞു പോയേ എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കണം നമ്മൾ. അതിനിപ്പോൾ ഞാൻ പറഞ്ഞ ഡയലോഗെല്ലാം നീ അവിടെ ഒരു രീതി പറയണം എന്ന് പറയാം. അപ്പം എന്താ ഡയലോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന പോലെയാന്ന് പറയും. പിന്നെ അവർ ഒരു സീക്രട്ട് കോൺവെർസേഷൻ പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ആ സീക്രട്ട് കോൺവെർസേഷൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് ഒരു പ്രിൻസിപ്പാളിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഭയങ്കര ഒരു ബഹളം നടക്കും. ബഹളം എന്ന് പറഞ്ഞാൽ പോയി ആൾക്കാരൊക്കെ കൂടിക്കൊണ്ട് ഭയങ്കര അടി പിടി പോലെ, നീ എനിക്ക് കാശിയാടി, എനിക്ക് കാശിയാടി, എനിക്ക് കുടിക്കാൻ കാശിയാടി എന്ന് പറഞ്ഞ് പെർഫോമൻസ് തുടങ്ങി. അതവിടെ സച്ചി പെർഫോമൻസ് തുടങ്ങി. അയ്യോ ചേട്ടാ ചേട്ടാ എന്നാ കാണിക്കുന്നത്, എന്ത് കാണിക്കുന്നത്, എന്താ ചേട്ടാ ഇങ്ങനെ നിങ്ങൾ ഈ കുടിച്ച് കുടുംബം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഓരോ ദിവസം കൂടുമ്പോഴത്തേക്ക് കുടിച്ച് ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചല്ലേ ഇറങ്ങി വന്നേ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം അടിപിടി എന്നിട്ട് നാട്ടുകാരെല്ലാം ഓരോരുത്തർ ആൾക്കാർ പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം കൂടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, നാട്ടുകാരെ ചേട്ടാ ചേച്ചി എന്നും കാണുന്നില്ല, എന്നെ പിടിച്ച് മാറ്റി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുന്ന രീതിക്ക് ആരും ഇടപെടുന്നില്ല. അപ്പോൾ ചിലർ പറഞ്ഞ് താൻ എന്തുകൊണ്ടാണ് കാണിക്കുന്നതൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ ഭാര്യ അടിക്കും, നീ ആരാടാ ചോദിക്കാൻ, നീ എന്താണ് ഇടപെടുന്നത്, നീ ആരാടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നീ എവിടെ ഉള്ളതെന്ന് ചോദിക്കുക, ഞാൻ ഈ നാട്ടുകാരനാണ്. നീ നാട്ടുകാരാണോ? നാട്ടുകാരാണെങ്കിൽ നിൻ്റെ കയ്യിലിരിക്കും, ഞാൻ എൻ്റെ ഭാര്യ അടിക്കുന്നത്, നീ ചോദിക്കാനില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ രേവതിയായിട്ട് ഭയങ്കര ബഹളം അടിച്ചിങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രിൻസിപ്പാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. ഒരു കാറിൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഈ സീനാണ് കാണുന്നത്. ഇവരുകൊണ്ട് ഭയങ്കര ഉന്തും തള്ളും ഭയങ്കര ബഹളം. അത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി തോറ്റു പോകുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് രണ്ടുപേരും കാഴ്ചവെക്കുന്നത്. എന്നിട്ടാണ് രേവതി ഭയങ്കര കരച്ച് വലിയമായി വിട്ട് കരയുക, നിങ്ങൾ കുടിച്ച് കുടുംബം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ കാരണം കൊണ്ട് വീട്ടിലൊരു സമാധാനമില്ല, കെട്ടിയ കാലം മുതൽ കുടിയാണ്, എനിക്ക് ഏത് സമയത്താണ് ഞാൻ വീട്ടിൽ വന്ന് കയറാൻ തോന്നിയത് അന്ന് മുതൽ ഞാൻ ഇതെല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നില്ലേ, ഒരിക്കലെങ്കിലും നിങ്ങൾ ഇന്നല്ലേ നാളെ നന്നാകുമെന്ന് ഓർത്താണ് നമ്മളിങ്ങനെ ഓരോ ദിവസം കൂടി നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ നന്നാകുന്ന കാര്യങ്ങളിൽ എന്നും നിങ്ങൾ ഈ പരിപാടി തന്നെ എന്നും നന്നാകാനാണ്. കാരണം നമ്മുടെ പ്രതീക്ഷയല്ല, ഒരു ജീവിതം പ്രതീക്ഷയില്ല നമ്മൾ ഈ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതെല്ലാം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഓരോ ദിവസം കൂടുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതം ഇല്ലാതാക്കി തീർക്കാനല്ലാതെ വേറൊരു കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് രേവതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ആ പ്രിൻസിപ്പാൾ ഇത് കണ്ടിട്ട് അവിടെ ബഹളം നടക്കുന്നുള്ള ഇത് കണ്ടിട്ട് പെട്ടെന്ന് പോലീസിനെ വിളിക്കുന്നുണ്ട്. അപ്പം അത് സച്ചിയും രേവതി അറിയുന്നില്ല. കാരണം അവർ ആ ഒരു സീൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല, അവരത് പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥലത്ത് വരും, ഇതിൽ സച്ചി എതിർക്കും, അത് കഴിഞ്ഞുകൊണ്ട് അത് സോൾവായി പ്രിൻസിപ്പാളിനും സച്ചിയോ അല്ല ശരത്തിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും, പിന്നെ അവൻ്റെ എക്സാം എഴുതാൻ വിടും എന്നുള്ള തോന്നലായിരുന്നു. പക്ഷേ നേരെ അത് ഉൾട്ടയടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരറിയുന്നില്ല. അപ്പം ഇവർ ഭയങ്കര പെർഫോമൻസ് നടത്തും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ശരത്ത് വന്ന് അവർ സ്കൂട്ടി വന്ന് റൈറ്റ് സൈഡിൽ വണ്ടി ഒതുക്കി വെച്ചിട്ട് പെട്ടെന്ന് ഓടിപ്പോയി പിടിച്ചു. താൻ എന്തോടെ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനെ തള്ളിവിടുക. ശരത്തിനെ സച്ചിയെ തള്ളിവിടുക. സച്ചി നേരെ പോയിട്ട് അഭിനയമല്ലേ അടുത്ത് നിൽക്കുന്ന ചേട്ടൻ്റെ ദേഹത്ത് വീഴുക. അപ്പം എന്താ ചേട്ടൻ എന്താ ഇവിടെ, താനെന്താണ് ഇവിടെ, താനെന്തിനീ കാണിക്കുന്നത്, എൻ്റെ ദേഹത്ത് വന്ന് വീഴുന്നത്, തനിക്ക് തൻ്റെ ഭാര്യയായിട്ട് വിഷയമാണെങ്കിൽ അവിടെ തീർക്കത്തില്ല. ഓ ശരി ഞാൻ എന്നെ ഇവിടെ നിന്ന് തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് നീയോ ശരത്തിനോട് നീ എന്തിനാ ഇവിടെ വന്ന്, നീ നിൻ്റെ ചേച്ചിയൊക്കെ ചേർന്ന് എനിക്ക് കുടിക്കാൻ കാശ് തരത്തില്ലടാ, ഇതാന്നൊക്കെ ചോദിച്ച് എന്താ ശരത്ത് ചോദിക്കണം, കുറേ നാൾ ഈ പരിപാടി ഇല്ലായിരുന്നല്ലോ, ഇപ്പം ഒന്ന് പിന്നെയും തുടങ്ങി, ആദ്യമൊക്കെ വീട്ടിൽ വെച്ചായിരുന്നു പരിപാടി, ഇപ്പം നീ സച്ചിയായിട്ട് പുറത്തും വന്ന് തുടങ്ങിയിട്ട് എൻ്റെ ചേച്ചിക്കും ഭയങ്കര വിഷയമായി മാറിയിരിക്കുകയാണ്, എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ബഹളം. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അടിക്കുന്നു, പിന്നെ ഉരുണ്ട് വീഴുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും പഠിക്കും. എൻ്റെ ചേച്ചിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സച്ചി ഇടയ്ക്ക് ചാടുന്നു, പിന്നെ സച്ചിയെ തള്ളിവിട്ടിട്ട് ശരത്തിനെ തള്ളിവിട്ടിട്ട് ചേച്ചിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശരത്ത് ഇടയ്ക്ക് താഴുന്നു. അത് കഴിഞ്ഞ് ശരത്തിനെ മാറ്റി നിർത്തിയിട്ട് പിന്നെ രേവതി അടിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പാൾ കണ്ടു. പിന്നെ അതായത് സച്ചി പിടിച്ച് പിന്നെ ശരത്ത് ഇടപെടുന്ന ശരത്തിനെ പിടിച്ച് നല്ലൊരു തള്ളുമ്പോഴത്തേക്ക് നേരെ ഈ പ്രിൻസിപ്പാളിൻ്റെ കാറിന് ഫ്രണ്ടിൽ വന്ന് വീഴുക. ഉടനെ പെട്ടെന്ന് ശരത്ത് പറയും, സോറി സാർ, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു, സോറി സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ചോദിക്കുക, നീ ബികോം ഫൈനലിൽ പഠിക്കുന്ന ശരത്തല്ലേ എന്ന് ചോദിക്കുക. ഉടനെ അതെ സാർ എന്ന് പറയും. എന്താ ഇങ്ങനെ എന്ന് പറയാം. സാർ എന്നാ ചെയ്യാനാണ് സാർ, ഞാൻ എൻ്റെ അപ്പൻ്റെ മരണശേഷം
ഒരു വലിയ വീട്ടിൽ ഫാമിലിയിൽ ഞങ്ങളുടെ ചേച്ചിയെ കല്യാണം കഴിച്ച് കൊടുത്തു വിട്ട് അവിടെയാണ് ചെന്നിട്ടാണ് കാശില്ല പണമില്ല എന്നുള്ള രീതിയിൽ അവിടുത്തെ അമ്മായിമ്മയും മറ്റുള്ളവരെല്ലാം ഭയങ്കരമായിട്ട് പോര് കുത്തുന്നത്. അതുകൂടാതെ ഇയാളെ വിശ്വസിച്ചല്ല അവിടെ നിൽക്കുന്നത്. ഇയാളും കുറച്ച് ആൾ കുടിക്കാതെ ആദ്യമൊക്കെ ഭയങ്കര കുടിയായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് ആൾ കുടിക്കാണ്ടിരുന്നിട്ട് പിന്നെയും കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് പണ്ട് നേരത്തെയാണ് വീടിൻ്റെ അകത്ത് മാത്രമേ ഉപദ്രവമൊക്കെ ഉള്ളായിരുന്നു, ഇപ്പം തന്നെ വീടിൻ്റെ പുറത്തും ഉപദ്രവമായിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി നടു റോട്ടിൽ നിൽക്കേണ്ട സാഹചര്യം. ഞങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് സാർ എനിക്ക് പലപ്പോഴും എനിക്ക് ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ട് എനിക്ക് കോളേജിൽ വരാൻ പറ്റാതിരുന്നതെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ പാർട്ട് ടൈം ജോലിക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതെന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രിൻസിപ്പാൾ അങ്ങോട്ട് വരും. പ്രിൻസിപ്പാൾ അങ്ങോട്ട് വന്നിട്ട് അല്ല പ്രിൻസിപ്പാൾ വരുന്ന മുമ്പേ പിന്നെയും ശരത്ത് പോയി സാർ ഞാനത് പിടിച്ച് മാറ്റുന്ന ശരത്ത് പോയി പിന്നെ ശരത്തും സച്ചിൻ തുടങ്ങി ഭയങ്കര പിടുത്തം. അതിൻ്റെ ഇടയ്ക്ക് രേവതി ഓടി വന്നിട്ട് സാറിനോട് പറയാം, സാറ് സോറി സാറ് ഇങ്ങനൊരു സാഹചര്യം, അതായത് സാറേ എൻ്റെ അനിയൻ സാറിൻ്റെ കോളേജിൽ പഠിക്കുന്നത് അറിയാം സാറേ, ഇയാൾ കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ എന്നും കുടിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കാശല്ല അതുവഴി പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിനെ സംബന്ധിച്ച് ഇതുകൊണ്ടാണ് എൻ്റെ അനിയൻ വീട് സംരക്ഷിക്കാൻ വേണ്ടി ജോലിക്ക് പോയി തുടങ്ങിയത്, പാർട്ട് ടൈം ജോലിക്ക് പോയി. അങ്ങനെയാണ് കുറേ അറ്റൻഡൻസ് കാര്യങ്ങളെല്ലാം പോയത്. അപ്പം സാർ ദയവ് ചെയ്ത് കാരണം എൻ്റെ ചെറുക്കനെ എക്സാം എഴുതാൻ അനുവദിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാവി പോകും സാർ, എങ്ങനെയാലും അതിനൊരു കനിവുണ്ടാകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യാം നോക്കാം, കുഴപ്പമില്ല പോകുമെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പാൾ അങ്ങോട്ട് വരിക. താൻ എന്താണ് കാണിക്കുന്നത് താൻ ചോദിക്കുമ്പോഴത്തേക്ക് നീ ആരാടാ താൻ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശരത്ത് പെട്ടെന്ന് സച്ചി പെട്ടെന്ന് സാറിന് കുടിക്കാനുള്ളതില്ല കേട്ടോ, ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഒഴിച്ചിട്ട് തൻ്റെ കുടിക്കാൻ വേണ്ടി വന്നേക്കൊന്നും അല്ല ഞാൻ, നീ എന്ത് ഈ കുടിച്ചിട്ട് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സാർ വേറൊന്നുമല്ല, എനിക്ക് കുടിക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞു. താൻ തന്നെ വിശ്വസിച്ചല്ലേ ഒരു പെങ്കൊച്ച് വീട് വിട്ട് ഇറങ്ങി വന്നേ, തന്നെ വിശ്വസിച്ചല്ലേ അവൾ ജീവിക്കാൻ ഇറങ്ങുന്നത്, അവളെ നീ ജീവിക്കാതെ കുടിച്ചും കഴിച്ചൊക്കെ നടക്കുകയാണ്. ഇവിടെ കുടിക്കാതെ ഓരോരുത്തർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർക്ക് നല്ല ജീവിതം കിട്ടുന്നില്ല. നീ പിന്നെ കുടിച്ചിട്ട് പോലും ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ ആ കൊച്ചിനെ സമ്മതിക്കണ്ടേ? അപ്പം അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നത് നല്ലതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആയിക്കോട്ടെ എന്നുള്ള രീതി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ മാറി നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോലീസ് വരിക. അപ്പം പോലീസ് വരുമ്പോഴത്തേക്ക് പറയും, ശരത്തിനോട് പറയും എങ്ങനെയും പിടിച്ചുകൊണ്ട് വീട്ടിൽ പോ, ഒരു കുടിയൊക്കെ മാറ്റ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശരത്തിനോട് പറയാം, ശരത്ത് ഇങ്ങോട്ട് വന്നേ, നിനക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഞാൻ അറിഞ്ഞില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ നിന്നെ എടുത്ത് പറയാം, ഇനി മേലെ നീ കോളേജിൽ വരാണ്ടിരിക്കരുത്, നിനക്ക് എക്സാം എഴുതണം, നിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഞാൻ നടത്തിത്തരാം, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഞാൻ ഇത്രയും ഒരു ദുർഘടമായിട്ടുള്ള ഒരു വിഷമകരമായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് നിനക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നീ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് മെയിനായിട്ട് പറയുക, നാളെ മുതൽ നീ കോളേജിൽ മസ്റ്റായിട്ട് വന്ന് പഠിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നിനക്ക് നീ നന്നായിട്ട് പഠിക്കുന്ന ചെറുക്കനാണല്ലോ, നിനക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയും, ഒന്നും നോക്കട്ടെ, നീ വരണമെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഉപകാരം സാർ എന്നൊക്കെ തന്നെ ശരത്ത് നന്ദിയൊക്കെ പറയാം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ രണ്ടുപേരും, അതായത് ശരത്തും സച്ചിയും രേവതി ഇങ്ങനെ കൈകോർത്ത് നിൽക്കുക അടി ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പോൾ സക്സസ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ പെട്ടെന്ന് പോലീസ് വന്നിക്കുക. പെട്ടെന്ന് പോലീസ് വന്ന് നിന്നിട്ട് അടുത്ത് കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഉടനെ സച്ചിനെ രേവതി, അയ്യോ നമ്മൾ ഈ കഥാപാത്രങ്ങൾ നമ്മളെ കഥയിലില്ലല്ലോ, പിന്നെ ആര് വിളിച്ചു വരുത്തി പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ടുപേരും അയ്യോ സച്ചിയേട്ടാ പെട്ടു. സച്ചി പറയാം, അയ്യോ പെട്ടല്ലോ, ഇനി എന്നാ ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സീനാണ് കാണുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ശരത്തിനെ എക്സാം എഴുതിപ്പിക്കാൻ വേണ്ടി നല്ലൊരു നാടകം കളിച്ച് അത് വിജയിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ഇനിയുള്ള ദിവസങ്ങൾ ഇതുപോലെ നല്ല നല്ല കഥകൾ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളെ ഓരോരുത്തർ സപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. ലൈക്ക് അടിച്ച് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവരും അങ്ങനെ ചെയ്ത് വീഡിയോ കണ്ട് മുമ്പോട്ടുള്ള ദിവസങ്ങളിലുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ സപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.